അപ്പോൾ ഈ നമ്മളുടെ ഈ സെഗ്മെന്റിൽ ഹൗ വെൽ ഡു യു നോ യുവർ മദർ എന്നാണ്. അപ്പം ചോദ്യങ്ങൾ അമ്മയുടെ പല ഡീറ്റെയിൽസ് വെച്ചായിരിക്കും. അത് കറക്റ്റായിട്ട് മകൻ അറിയോ എന്നുള്ളതാണ് ഈ ചലഞ്ച്. ബിൻചേച്ചി വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് മമ്മയുടെ ബർത്ത്ഡേ August 24th. സംശയം രണ്ടാവണം. അങ്ങനെ രണ്ടാവണം ഡേറ്റ് August 24. August 24. ഓക്കെ ഓക്കെ. ടൈം ഞാൻ ചോദിക്കുന്നില്ല, അതറിയാൻ ഒരു ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, പ്ലീസ്. മാവേലിക്കര. മാവേലിക്കരയാണോ അമ്മ? മാവേലിക്കരയാണ്. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് കളർ? യെല്ലോ. യെല്ലോ എല്ലാം ആയിരുന്നു. ആ, ഇപ്പൊ എന്താണ്? ഉത്തരവാദികളല്ല. ഓക്കെ ഓക്കെ. അമ്മയുടെ ബെസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്? അത് ഓൾമോസ്റ്റ് എല്ലാം ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാണ്. അല്ല, എന്നാലും പറയില്ല, എടാ നമുക്കൊന്ന് മറ്റേ ആന്റിയുടെ അടുത്തൊന്ന് പോണം, അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. സോമനല്ലപ്പോ ഇഷ്ടം പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യാത്ര ഒന്നുമില്ല. ഞാൻ ഇപ്പൊ റിലാക്സ് ചെയ്യണം. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്? അവിയൽ ഇഷ്ടവാ, പായസം ഇഷ്ടം, പായസം ഇഷ്ടമാണ്. വേറെ? പുളിശ്ശേരി, അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്, മിക്കവാറും എല്ലാം. ഓക്കെ, അവിയൽ ആൻഡ് പായസം അൽഗി വിട്ടിയോ. അപ്പൊ മമ്മയുടെ ഒരു ഹോബി, അതായത് അമ്മക്ക് പല തിരക്കുകളാണ്, എന്നാലും റിലാക്സ്ഡ് ആയിരിക്കുമ്പം എന്തായിരിക്കും ഒരു ഹോബി എന്ന് പറയാൻ? ഗാർഡനിങ് ആയിരിക്കും, അല്ല ടി വി കാണുന്നത്. ടി വി ആണ്. ഗാർഡനിങ് ഒക്കെ നേരത്തെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പൊ പക്ഷെ ഒന്നും ചെയ്യാറില്ല. ഓക്കെ. ഇപ്പൊ ഉള്ള സമയം ഫ്രീ അല്ലേ, ടി വി കാണുക. ഓക്കെ. ഇത് ചേട്ടാ, അതായത് ഗ്രോയിങ് അപ്പ്, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മയുടെ അടുത്ത് എപ്പോഴും വഴക്ക് കേൾക്കുന്ന ഒരു കാര്യം എന്തിനായിരുന്നു? നല്ലേ നേരം ഉള്ളൂ. ഡ്രിങ്ക്സ് കഴിക്കുന്നതായിരിക്കും. നല്ല കൊടുക്കുമായിരുന്നോ? ആണോ? ഏത്? അല്ലെ, എന്റെ അടുത്ത് പറഞ്ഞിട്ട് 2 ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വന്നാൽ നല്ല അടിയിട്ടുമായിരുന്നു, നല്ല വഴക്ക് കേൾക്കുമായിരുന്നു. എനിക്കിഷ്ടമല്ല. ആ, ഇത് ചെറുത് 2 ദിവസം അല്ലല്ലോ അല്ലേ, എന്നാലും എനിക്കിഷ്ടമില്ല. കഴിച്ച 2 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ സൂപ്പറായിട്ട് വെക്കുന്ന ഡിഷ് ഏതാ? തീയൽ. കറക്റ്റ്. തീയൽ. അയ്യോ, തീ ഭയങ്കര ഇഷ്ടമാണോ? സോമേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു തീയല്. ആ, അത് ശരി. ആഹാ. അമ്മയുടെ ഷൂസിന്റെ സൈസ്, ചെരുപ്പിന്റെ സൈസ്? 8. എപ്പോഴെങ്കിലും 8. 8 ആണോ? പിന്നെ വാങ്ങിയിട്ടുണ്ടപ്പം? അറിയാലോ നമുക്ക്. അറിയാം. അതുകൊണ്ട് അടി ഇട്ടിട്ടുണ്ട്, എറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയത്തില്ല. അങ്ങനൊന്നും അമ്മ ചെയ്യത്തില്ല. ഇല്ല ഇല്ല. അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ ഇപ്പത്തെ? അവൻ കൊള്ളാം എന്ന് അമ്മ പറഞ്ഞിട്ടുള്ള? അയ്യോ, എനിക്കൊരു പിടിയില്ല. അമ്മ പറയമ്മ. ഇപ്പോഴത്തെ എന്തുവാ നമ്മുടെ പയ്യനുണ്ടല്ലോ, ഉണ്ണിമുകുന്ദനെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് ആക്ട്രസ് 90s? നസീർ സാറിന് ഇഷ്ടമാണ്. ആക്ടർ നസീർ സാർ. ആക്ട്രസ് ഫീമെയിൽ? അല്ല, അടൂർ ഭവാനി ചേച്ചി. ആണോ? ഭവാനി ചേച്ചി തന്നെയാണ്. ഓക്കെ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ ആരാ? ഫ്രണ്ട് പറഞ്ഞോ, ജസ്റ്റ് അമ്മയുടെ ഒരു ഫ്രണ്ട്. ആരും ഇല്ല എനിക്കിപ്പോ. അനിയത്തിന്റെ പേര് പറയേണ്ടി വരും. സിസ്റ്ററിന്റെ പേര് പറയേണ്ടി അല്ല, അത് അമ്മയുടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് അമ്മയ്ക്ക്? അല്ല, എന്റെ സിസ്റ്ററിന്റെ പേര്. അമ്മയും ഇവരൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് സിബ്ലിംഗ് ആരാ? അമ്മയ്ക്ക് വേറെ സിബ്ലിങ്സ് ഉണ്ടോ? പിന്നെ 3 പേര്. 3 പേര്. അതിൽ ഫേവറേറ്റ് ആരാ? എനിക്ക് ബിൻചേച്ചിക്ക് അറിയാം. ഏറ്റവും വലിയ മൂത്തമാവനായിരിക്കും. അല്ല, തൃശ്ശൂരെ അമ്മാവനാണോ? തൃശ്ശൂരെ അമ്മാവനല്ലേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള? ആ, തൃശ്ശൂർ. ബാക്കിയുള്ളവർ കേൾക്കും കേട്ടോ ഇത്. അങ്ങനല്ല, വാണിംഗ് ആദ്യമേ തന്നേക്കാം. എല്ലാരും അതാണ് സേഫ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. അമ്മയുടെ ഞാൻ പറയാം, ഞാൻ ചെറുതിലേക്ക് പോകുന്നതല്ല, അവരുമായിട്ടൊന്നും എനിക്ക് വലിയ അടുപ്പം ഇല്ല സത്യം പറഞ്ഞാല്. ഞാൻ 14 വയസ്സിൽ വന്നതായി. ഓക്കെ. അപ്പൊ എനിക്ക് അവരുമായിട്ടൊന്നും അത്ര അങ്ങോട്ടും അടുപ്പം വന്നിട്ടില്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ പലരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ചുരുക്കം പേരെ ഇതിന് ആൻസർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സല്യൂട്ട് ഞാൻ തരും. അമ്മാസ് ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം? ഇടിയില്ല. അമ്മ പറയോ? മാധവൻ നായർ. ഓക്കെ. അമ്മയുടെ ഫോണിന്റെ വാൾപേപ്പർ എന്താ? അതിന് വല്ല വാൾപേപ്പർ ഉണ്ടോ? ഫുൾ ബ്ലാക്ക് അല്ലേ അത്? ആണോ? അമ്മ ഇപ്പോഴും ടച്ച് ഫോൺ ആണോ? ടച്ച് ഫോൺ ആണോ? സ്വിച്ച് ഫോൺ ആണോ? വാൾപേപ്പർ എന്താ? ഫോട്ടോ ഇട്ടിട്ട് ഒരു മയിൽപ്പീലിയുടെ കളറാ ഇപ്പൊ. കളറേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു എന്താ പറയുക, ഔട്ട് ഓഫ് 10 ഞാനൊരു നമുക്കൊരു 8 കൊടുക്കാല്ലേ? 8 ഓക്കെയാണ്. ഓൾറൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഈ ഫാമിലി ഇങ്ങനെ തന്നെ ഹാപ്പി ആയിരിക്കട്ടെ, എന്താ ജോളി ആയിട്ടിരിക്കട്ടെ. പിന്നെ മധുരം ഒന്നും കൂടെ ഹിറ്റ് ആവട്ടെ. ഇപ്പോഴും ഹിറ്റാണ്, ഒന്നും കൂടെ ഹിറ്റ് ആവട്ടെ. അമ്മ കറി പൗഡറുകൾ എന്താ പറയുക എല്ലാ വീട്ടുകളിലും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ ദി ഷോ.